തുടർച്ചയായ 4ാം ദിവസവും സ്വാശ്രയ പ്രശ്നം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. കറുത്ത ബാഡ്ജ് ധരിച്ച് സഭയിലെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യോത്തരവേളയുമായി സഹകരിച്ചില്ല. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ മുതലാളിത്ത നേതൃത്വം CPM ഏറ്റെടുത്തുവെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാതെ സർക്കാർ മാനേജ്മെന്റുകളുമായി ഒത്തുകളിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഞങ്ങൾ ഒഴിവുള്ള സീറ്റുകൾ അറിയിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഈ ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ് സാർ? ശൈലജ ടീച്ചറെ, നിങ്ങളുടെ ഗവൺമെന്റിന്റെ തെറ്റായ നടപടി കൊണ്ടാണ്. സർക്കാരിന്റെ കരാർ സുപ്രീം കോടതി അംഗീകരിച്ച സാഹചര്യത്തിൽ സമരം തുടരുന്നതെന്തിനെന്ന് ആരോഗ്യമന്ത്രി ചോദിച്ചു. നീറ്റ് മെറിറ്റ് അട്ടിമറിക്കാൻ ഒരു മാനേജ്മെന്റുകളെയും അനുവദിക്കില്ലെന്നും കെ ശൈലജ വ്യക്തമാക്കി. ഒരു മാനേജ്മെന്റിനെയും ഈ കരാറിൽ നിന്ന് തെറ്റാനോ അല്ലെങ്കിൽ നീറ്റ് മെറിറ്റ് അട്ടിമറിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമില്ല സർ. സ്വാശ്രയ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതോടെ നിയമസഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പ്രതിപക്ഷവുമായും ഭരണപക്ഷവുമായും സ്പീക്കർ ചർച്ച നടത്തി. ഫീസ് കുറയ്ക്കാനാകില്ലെന്നും അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാമെന്നും ചർച്ചയിൽ സർക്കാർ നിലപാടെടുത്തു. ഫീസ് കുറയ്ക്കുന്നില്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി. സ്പീക്കർ വിളിച്ച സമവായ ചർച്ചയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നതിലും പ്രതിപക്ഷത്തിന് അമർഷമുണ്ട്. 1.5 മണിക്കൂറിന് ശേഷം നിയമസഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയാണ് സഭയിൽ നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത്, അഴിമതിയാണ് നടക്കുന്നത്, കൊള്ളയാണ് നടക്കുന്നത്. ഈ അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാൻ UDF-നെ കിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. ഈ തീവെട്ടിക്കൊള്ളയെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. പ്രതിപക്ഷം ശക്തമായ സമരമായി മുന്നോട്ട് പോകും. സഭാ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ പ്രകോപനപരമായി സംസാരിച്ച് അന്തരീക്ഷം മോശമാക്കാനാണ് ഇതുവരെ ശ്രമിച്ചത്.